ഒരു വിശ്വാസി മുടിവെട്ടാനായിട്ട് പോയി. മുടിവെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആ ബാർബർ നിരീശ്വരവാദിയാണ്. ബാർബർ പറഞ്ഞു, ഉപദേശി വന്നോ? ഒന്നേ മുടിവെട്ടാൻ ഇരിക്കുമ്പോൾ ചോദിക്കും, ദൈവം ഉണ്ടോ? ഉപദേശി പറഞ്ഞുണ്ടല്ലോ. ദൈവം ഉണ്ടെങ്കിൽ കോവിഡ് വരുവോ? ദൈവം ഉണ്ടെങ്കിൽ മരണം സംഭവിക്കുവോ? ദൈവം ഉണ്ടെങ്കിൽ ആത്മഹത്യ സംഭവിക്കുവോ? ദൈവം ഉണ്ടെങ്കിൽ അവിടെ യുദ്ധം നടക്കുവോ? ദൈവം ഉണ്ടെങ്കിൽ അവിടെ ക്ഷാമം നടക്കുമോ? ദൈവം ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകുമോ? അത് തന്നെയല്ലേ ചിലപ്പോ നമ്മളും ചോദിക്കുന്നത്. ഇവനോട് ഈ ബാർബർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഉപദേശം മുടിയൊക്കെ വെട്ടി ഒന്നും ദൈവമേ എന്താ ഇദ്ദേഹത്തോട് പറയേണ്ടത്? കാരണം കത്രിക മുകളിലുള്ളത്, കത്രിക ഇങ്ങനെ വെച്ചോണ്ടല്ലേ പറയുന്നത്, ബ്ലേഡ് വെച്ചോണ്ടല്ലേ പറയുന്നത്. അപ്പോ എന്തെങ്കിലും തെറ്റായി പറഞ്ഞ് രക്ഷപ്പെടുത്തി പറഞ്ഞാൽ അപകടം. അതുകൊണ്ട് ഉപദേശം ഇങ്ങനെ ബുദ്ധിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില സെക്കൻഡുകൾക്ക് ശേഷം ബാർബർ പറഞ്ഞത്, ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നാണ്. ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മുടിയൊക്കെ നീട്ടി വളർത്തി അടിപൊളി സ്റ്റൈലിൽ, ഒരു ഹിപ്പി സ്റ്റൈലിൽ മുടിയൊക്കെ നീട്ടി താടിയൊക്കെ പ്രത്യേക രീതിയിൽ വളർത്തി തന്റെ മുൻപിലൂടെ, സ്നേഹിത ഒന്ന് നിൽക്കാമോ? സ്നേഹിത ഉപദേശിയുടെ അടുത്ത്, എന്താ ഉപദേശി ഒന്ന് വന്നേ, ഒരു മിനിറ്റ്. ബാർബർ ഷോപ്പിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ യുവാവുമായി ഉപദേശി കയറി ചെന്നു. ഉപദേശി ബാർബറോട് പറഞ്ഞു, ബാർബറെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ബാർബർമാരില്ല. ബാർബർ തന്റെ കത്തി ഉയർത്തി കാണിച്ചു, ജീപ്പ് ഉയർത്തി കാണിച്ചു. ബാർബർ ഇല്ലെന്നോ? നീ എന്തായി പറയുന്നത്? ബാർബർ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുടി നീട്ടി വളർത്തിയ ആളുണ്ടാകുമോ? ബാർബർ ഉണ്ടെങ്കിൽ ഇങ്ങനെ താടി നീട്ടി വളർത്തിയ ആളുകൾ ഉണ്ടാകുമോ? ഇവിടെ ബാർബർ ഇല്ല. അപ്പൊ ബാർബർ പറഞ്ഞു, ഉപദേശിയേ ഈ ചെറുപ്പക്കാരൻ ഇതുവരെ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ അവൻ ഇതേപോലെ മുടി ഉണ്ടാകത്തില്ല. അവൻ ഇതുവരെ വരാത്തത് കൊണ്ട് അവൻ ഈ താടി നീട്ടി വളർത്തിയേക്കുന്നത്. ഉപദേശി പറഞ്ഞു, ഹല്ലേലൂയ, ഇതാണ് എന്റെ ഉത്തരവും, ഇതാണ് എന്റെ ഉത്തരം. എന്തുകൊണ്ട് ആത്മഹത്യ? എന്തുകൊണ്ട് വിവാഹമോചനം? എന്തുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നം? എന്തുകൊണ്ട് സമാധാനമില്ലാത്തത്? ഈ വലിയ രക്ഷയെ സ്വീകരിപ്പാൻ രക്ഷകന്റെ അടുത്തേട്ട് ആളുകൾ വരാത്തത് കൊണ്ട് അത്രേ ഈ ഇത്തരം അനുഭവങ്ങളോട് ജനങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത്.